ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് പറയുന്നത് കിസാറ്റിൻ്റെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കിസാറ്റിൻ്റെ സൈറ്റിൽ റീഫണ്ട് അപ്ലൈ എന്ന് കാണിക്കുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. കിസാറ്റിന് അപ്പോൾ കുറച്ച് പേർക്ക് അതൊരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ അതായത് ഇപ്പോൾ അലോട്ട്മെൻ്റ് എല്ലാം കഴിഞ്ഞു, കാരണം ഇന്ന് അലോട്ട്മെൻറ്റ് വരും എന്നാണല്ലോ പറഞ്ഞേച്ചത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അതിന് വന്നേക്കുന്ന റീഫണ്ടാണോ, അലോട്ട്മെൻറ്റ് വന്നോ എന്നൊക്കെയാണ് കുറേ പേരുടെ ഡൗട്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അതായത് ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് കിസാറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവില്ല. ഇനി സ്പോട്ടാണുള്ളത്. സോ സ്പോട്ടിൽ നമ്മൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഫണ്ട് വന്നേക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ കുറച്ച് പേര് 1000 സംതിങ്ങും, കുറച്ച് പേര് NRIയും CGW ഒക്കെ ഉള്ളവരാണെങ്കിൽ 5000 സംതിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു എമൗണ്ടിൻ്റെ റീഫണ്ട് അല്ല. അതിന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം കിസാറ്റ് ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ് നെവർ റീഫണ്ട് എന്നുള്ളത് കാര്യം. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു റീഫണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് എൻ്റെ വീഡിയോ ആദ്യം മുതൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു സജഷൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ കിസാറ്റിൽ ഒരു അഡ്മിഷൻ എടുത്ത കുട്ടിയാണ്, അതായത് കിസാറ്റ് ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നു, നിങ്ങളതിൽ ഫീസൊക്കെ അടച്ച് അഡ്മിഷൻ എടുത്തൊരു കുട്ടിയാണെങ്കിൽ, നിങ്ങൾക്ക് വേറൊരു അലോട്ട്മെൻറ്റ് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് വേറൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ, അല്ലാതെ നമുക്ക് IIT ഒക്കെ ഇപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് വഴി വേറെ ഏതെങ്കിലും കോഴ്സിന് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ആ ഒരു ഫീസ് മേടിച്ചിട്ട് പുതിയ കോളേജിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയാറുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ കിസാറ്റിൽ അഡ്മിഷൻ എടുത്തേക്കുന്നു, കീമിൻ്റെ ഇനി ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മറ്റൊരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ, നമുക്ക് തോന്നുവാണ് കിസാറ്റിനെക്കാട്ടും ബെറ്റർ കോളേജാണ് അവിടെ കിട്ടിയേക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുവാണ്, എനിക്ക് ആ ഫീസ് അവിടെ നിന്ന് വാങ്ങി അവിടെ പോയി അഡ്മിഷൻ എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും, സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ ഫീസ് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫീസ് കിസാറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് കീമിൽ അല്ലെങ്കിൽ വേറൊരു അലോട്ട്മെൻറ്റ് കിട്ടിയ സ്ഥലത്ത് കൊടുക്കാമെന്ന് വിചാരിക്കരുത്. അതിന് കുറച്ച് പ്രൊസീജിയറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റീഫണ്ട് അപ്ലൈ എന്നുള്ളത് വന്നേക്കുന്നത്. ഒരു ബ്ലൂ ടാബിലൊരു ചെറിയ, അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലൂ ബോക്സിലൊരു ഇതായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലാണ് നിങ്ങൾക്ക് ആ ഒരു ഫീ റീഫണ്ട് കിട്ടുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഇനി അവിടെ നിന്ന് പോകണം എന്നുണ്ട്, നിങ്ങൾക്ക് ഫീസ് റിട്ടേൺ കിട്ടണം എന്നുണ്ട് എങ്കിലാണ് നിങ്ങൾ ആ ഒരു റീഫണ്ടിൻ്റെ ആ ഒരു ഇത് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കിസാറ്റിൻ്റെ വെബ്സൈറ്റിൽ റീഫണ്ട് പോളിസി വന്നിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ലാസ്റ്റ് റാങ്കൊക്കെ നോക്കുന്ന സ്ഥലം, അവിടെ റീഫണ്ട് പോളിസി വന്നിട്ടുണ്ട്. ആ പോളിസി ഒന്ന് നോക്കുക. അതനുസരിച്ചിട്ടായിരിക്കണം നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ. ചിലപ്പോൾ ഫുൾ എമൗണ്ട് കിട്ടും ഒരു ഡേറ്റ് വരെ, ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് പിടിക്കും, ചിലപ്പോൾ പകുതി പിടിക്കും, ചിലപ്പോൾ ഒന്നും തന്നെ കിട്ടില്ല. അപ്പോൾ ആ കിസാറ്റിൻ്റെ റീഫണ്ട് പോളിസി ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് റീഫണ്ട് കിട്ടുക. ചിലപ്പോൾ ഈ AICT ഇനി ആ ഒരു അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ മാറ്റുവാണെങ്കിൽ ഒരു പക്ഷേ ആ ഡേറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട്, എന്തായാലും നിങ്ങൾക്ക് എന്താണോ കോളേജിൽ നിന്ന് പോരാനായിട്ട്, അതായത് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അത് ഉറപ്പാണെങ്കിൽ, ആ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആദ്യം തന്നെ നിങ്ങൾ കിസാറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് റീഫണ്ടിന് കൊടുക്കണം കേട്ടോ. ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് റീഫണ്ട് കൊടുക്കാമെന്നൊന്നും വിചാരിക്കരുത്. കാരണം ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് നമുക്കിപ്പോൾ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും, റീഫണ്ട് പോളിസിയിൽ കിടപ്പുണ്ട്. ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ കീമിൻ്റെയൊക്കെ അല്ലെങ്കിൽ വേറൊരു അലോട്ട്മെൻറ്റ് വന്ന് നിങ്ങൾ മാറുവാണെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ റീഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റീഫണ്ടിന് കൊടുക്കുന്ന ആ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ വന്നേക്കുന്ന ആ ഒരു റീഫണ്ട് കണ്ടിട്ട് ആരും പേടിക്കുകയോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുകയോ ഒന്നും വേണ്ട. അത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് എടുത്ത് അഡ്മിഷനൊക്കെ എടുത്ത് ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരണം, നിങ്ങളുടെ ഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ കൊടുത്താൽ മതിയാവുന്നതാണ് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.